അടിപൊളി ഓലൻ, കുമ്പളങ്ങ ഓലൻ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടുന്നത് ഒരു കുമ്പളങ്ങ സ്ലൈസായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയാണ് അതിന് വേണ്ടത്. സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുള്ള കുമ്പളങ്ങ, ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞ ഇഞ്ചിയും, പിന്നെ പച്ചമുളകും, കുറച്ച് വേപ്പിലയും, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മതിയാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിത് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് മൂടി വെച്ച് വേവിക്കരുത്, കാരണം ഇതിൽ വെള്ളമില്ലാത്തതല്ലേ. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതങ്ങനെ വെള്ളം ഇറങ്ങിയതിന് ശേഷം എല്ലായിടത്തേക്കുമായി ഉപ്പ്, മുളക്, ഇഞ്ചിയൊക്കെ കൂടിയിട്ട് അതിൽ സെറ്റാവുന്നത് വരെ കുറച്ച് ഇളക്കിയിട്ട് വെള്ളം, കുമ്പളങ്ങയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മൾക്ക് മൂടി വയ്ക്കാം. കണ്ടോ, വെള്ളം ഒഴിക്കാതെ തന്നെ കുമ്പളങ്ങയിൽ നമുക്ക് വെള്ളം വരും. അപ്പോൾ അതിൽ വേണം ഓലൻ നന്നായിട്ട് വേവാനായിട്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. പൊടിയാണ്, തേങ്ങാപ്പൊടിയാണ് വാങ്ങിച്ച് ചേർക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഓലൻ തയ്യാറാക്കാൻ പറ്റും. ഇതാണ് തേങ്ങാ പൗഡർ, ഇതാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇടാണ് കേട്ടോ. ഓലനിൽ നമ്മൾക്ക് കുറച്ച് അരിപ്പൊടി വേണം. എന്നിട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മൾക്കതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. കലക്കിയിട്ടുള്ള തേങ്ങാപ്പാൽ കേട്ടോ. ഓക്കെ, കുമ്പളങ്ങ നന്നായി വെന്തു. എല്ലാ വെള്ളവും വറ്റി കുമ്പളങ്ങ വെന്തു. നമ്മുടെ ഓലൻ ഏകദേശം റെഡിയായി തുടങ്ങി. കഷ്ണമൊക്കെ വെന്തു. നമ്മൾ ഈ വണ്ണം കുറയ്ക്കാനൊക്കെ നമ്മൾ ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയും. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഓലൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഓലൻ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓലനാണ്. വെറും 10 മിനിറ്റാണ് വേണ്ടോ. അതാ ഓലൻ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾക്ക് കഷ്ണം വേണ്ടുമല്ലോ. കഷ്ണം വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഉപ്പ് നോക്കാം നമുക്ക്. ഈ കുമ്പളങ്ങ ഒരു പച്ച കളറുള്ള കുമ്പളങ്ങ കേട്ടോ നമ്മൾക്ക് ഇപ്രാവശ്യം കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നേരിയ ഒരു പച്ച കളറുണ്ട് കുമ്പളങ്ങയ്ക്ക്. ഒരു ചെറിയ അത് സൗദിയിലത്തെ കുമ്പളങ്ങ എന്ന് പറയണു. നമ്മൾ ബഹ്റൈനിലാണുള്ളത്. ഇതിപ്പോൾ സൗദിയിലുള്ള കുമ്പളങ്ങയാണെന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു പച്ച കളറുണ്ട്. നല്ല അടിപൊളി, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതാ എല്ലാം വെന്തു നന്നായിട്ട്. ഇനി നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ, കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്വല്പം വെളിച്ചെണ്ണ മതി. അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഓലൻ റെഡി കേട്ടോ. നമ്മുടെ 10 മിനിറ്റിൽ തയ്യാറായ ഓലൻ, 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയ ഓലൻ റെഡി കേട്ടോ. ഇത്രയാണ് വേണ്ടോ. കുമ്പളങ്ങ ഒരുപാട് വെന്തുടയരുത്. അങ്ങനെ ഒരുപാട് വെന്തുടഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പുളി ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഈ പരുവാകുമ്പോഴേക്കും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഓലൻ നമ്മൾക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.